വെൽക്കം ബാക്ക് ടു ട്രാവൽ മാനിയാക്. നമ്മളങ്ങനെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ബനിഹാലിലാണ്. ഇതാ ബാക്കിലുള്ള മഞ്ഞാലയും കാര്യങ്ങളൊക്കെ കണ്ടറിയാം. ഇതാ ബാക്കിൽ ബനിഹാൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ശ്രീനഗർ വരെയുള്ള ആ റൂട്ട് ഇതൊരു വല്ലാതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. മഞ്ഞെല്ലാം കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി. ഒരു രക്ഷയില്ല. ബനിഹാൽ റെയിൽവേ സ്റ്റേഷൻ ബാക്കിലേക്കുന്നത് എന്നെ ഇവിടെ നിന്ന് 4:50 ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞത്. ഒരു രക്ഷയില്ല. ചുറ്റുപാട് മഞ്ഞതാ, എല്ലാം മഞ്ഞുമലകളാണ്. ബാക്കിയാലെന്ന് നോക്കിയാൽ ഫുൾ സ്നോ ആയിട്ടുണ്ട്. നമുക്ക് ട്രെയിനിൽ പോകുമ്പോൾ വൈബായിരിക്കും. ഒരു രക്ഷയില്ല. അതിന് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മളെ കാശ്മീർ യാത്രൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതായിരുന്നു. ഇതാണ് നമ്മളെ ബനിഹാൽ റെയിൽവേ സ്റ്റേഷൻ. ഒരു രക്ഷയില്ല. നോക്കിയാട്ടെ ചുറ്റും മഞ്ഞ്. നമ്മൾ ഈ വണ്ടിയിൽ ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത് ജമ്മു താവിൽ നിന്ന് ഉധംപൂറിലേക്ക് വന്ന് ഉധംപൂറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ ഒരു വണ്ടിയിലാണ്. ഒരാൾക്ക് പെർ ഹെഡ് 500 രൂപ വാങ്ങിയിട്ടുള്ളത്. ഇന്ത്യൻ്റെ കൊടിയും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഒരു രക്ഷയില്ല. മഞ്ഞ് കണ്ടിരുന്നിട്ടെന്നാൽ പറയേണ്ടതൊന്നും തിരിയില്ല. മഞ്ഞ് കാണുമ്പോഴുള്ള സന്തോഷമില്ലേ, അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഗായ്സ്, അപ്പോൾ നമ്മളങ്ങനെ ആ ഒരു ബനിഹാൽ റൂട്ടിലെ ട്രെയിനിൽ വന്നിട്ടുണ്ട്. ബനിഹാൽ ബാരാമുള്ള വരെ വന്ന ഒരു ട്രെയിനാണിത്. നമ്മളിപ്പോൾ ശ്രീനഗറിലേക്കാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. പെർ ഹെഡ് 50 രൂപയായിട്ട് വരുന്നത്. ഒരു രക്ഷയില്ലാത്ത ട്രെയിനാട്ടോ. ലോക്കൽ ട്രെയിനായതുകൊണ്ട് ബുക്കിങ്ങിൻ്റെയും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ബാക്കിയെല്ലാം കണ്ട ഫുള്ള് മഞ്ഞമല. ഇനി നമുക്ക് ഈ ഒരു ട്രെയിനിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിച്ചത്. ഗായ്സ്, അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല. സീറ്റെല്ലാം കുറേ പോയിട്ടുണ്ട്. അതൊന്നും കാര്യമാക്കണ്ട. ഇതെല്ലാം കാഴ്ചകളായിരിക്കും അങ്ങോട്ടേക്ക്. അങ്ങനെ മക്കളെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആ ഒരു ട്രെയിൻ റൂട്ട് കയറിയിട്ടുണ്ട്. എന്താ പറയണ്ട, ഒരു രക്ഷയില്ല. നല്ല തണുപ്പുണ്ട്. ഓറിനടുത്ത് നിൽക്കുമ്പോൾ വിറക്കുന്നുണ്ട്. വേറെ കാര്യം. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഒരു രക്ഷയില്ല. അങ്ങോട്ടൊക്കെയാ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് മഞ്ഞിൻ്റെ കൂമ്പാരത്തിൻ്റെ ഇടയിലോട്ട് പോകുന്ന ട്രെയിനാണ് പോയത്. ഈ ഒരു ട്രെയിൻ റൂട്ട് പോകാൻ നമ്മൾ ഒരിക്കലും മറ്റേ സ്വിറ്റ്സർലാൻഡിലോ വേറൊരു രാജ്യത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ ഈ ഒരു ഇന്ത്യയിൽ തന്നെ കാശ്മീരിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു റൂട്ട് കിട്ടും. ഈ ഒരു സൈഡ് നോക്കിയാട്ടെ ഫുള്ള് മഞ്ഞമലകൾ മാത്രം. ആ ഒരു സൈഡിൽ നോക്കിയാൽ ഈ ഒരു മഞ്ഞിൻ്റെ കൂമ്പാരത്തിൻ്റെ ഇടയിലോട്ട് നമ്മൾ ഈ ട്രെയിനിൽ പോകുക. കുറേ ഗുഹകളും കാര്യങ്ങളൊക്കെ ആയിരുന്നുണ്ട്. ഇതാ അങ്ങനെ ബനിഹാൽ വിട്ടതിന് ശേഷമുള്ള ആ ഒരു വലിയൊരു ഗുഹ 8 കിലോമീറ്റർ ദൂരമുള്ള ഒരു ഗുഹ കഴിഞ്ഞതിന് ശേഷമുള്ളൊരു കാഴ്ചയാണ് മക്കളിത്. അതിനുശേഷം ഇങ്ങോട്ടേക്കുള്ള റൂട്ട് മൊത്തം ഇതുപോലെ മഞ്ഞിൻ്റെ ഇടയിലോട്ടുള്ള റൂട്ടാണ്. എന്താ പറയുക, അതൊന്നും വീഡിയോയിൽ കണ്ടതിനെ കൊണ്ട് മാത്രം കാര്യം, എല്ലാം വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ജീവിതത്തിലൊരിക്കലെങ്കിലും ഇതൊക്കെ ആയിട്ട് എന്തായാലും ഒന്ന് കാണണം. ഇതൊന്ന് കാണാൻ നമ്മൾ വേറെ എവിടെയും പോകണം. നമ്മളെ കാശ്മീർ, നമ്മുടെ രാജ്യത്ത് തന്നെ കാശ്മീർ തന്നെയുണ്ട്. ഈ പ്രാവശ്യം ഈ റൂട്ടിൽ മഞ്ഞ് കുറവാണ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ടൈമിലും ഉണ്ടാകലുണ്ട്. ഇപ്പോൾ ഗായ്സ്, നമ്മളെ ഒരു ട്രെയിൻ റൂട്ട് അവസാനിച്ചിട്ടുണ്ട്. നമ്മളിതാ ശ്രീനഗറിലെത്തിയിട്ടുണ്ട്. ആ ട്രെയിൻ നേരെ ഇനി ബാരാമുല്ല വരെയാണ് പോകുന്നത്. നമ്മളെന്തായാലും ശ്രീനഗറിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്നാണ് ഇനി ഡാലിലേക്ക് ഇനി അങ്ങോട്ടൊക്കെ പോകുന്നത്. അവിടെയാണ് റൂമും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ പോയി അതിനുശേഷം 3 ദിവസം ഫുൾ മഞ്ഞുള്ള കളിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഗുൽമർഗ്, പെഹൽഗാം, സോനമർഗ്, ഈ ഒരു 3 സ്ഥലങ്ങളിലും പിന്നെ നമ്മളെ ശ്രീനഗർ ഒന്ന് ചുറ്റിക്കാണാണ് നമ്മളെ പ്ലാന്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണും വരെ ഗുഡ് ബൈ.